നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ് ഗുണ്ട ലഹരി സംഘങ്ങൾ. കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചി ആലുവയിലും ഗുരുവായൂരും ഗുണ്ടകളുടെയും ലഹരി മാഫിയുടെയും അഴിഞ്ഞാട്ടം കണ്ടു. ആലുവയിൽ കാറിലെത്തിയ സംഘം വടിവാളും ചുറ്റികയും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. മുൻ പഞ്ചായത്ത് അംഗം സുലൈമാനെ ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കേസിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിക്ക് നടത്തിയുള്ള സംഭവമാണോ ഇത് കൊണ്ടോട്ടി ഏരിയയിലെ നെടുമ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. ഇതിന്റെ ഭാഗമായിട്ട് ഒരു സുലൈമാൻ പേരുള്ള ആൾക്ക് ഒരു നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു റൈറ്റിംഗ് കൂടാതെ ഒരു 307 IPC പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ നിലവിൽ 3 പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ ഒരു സംശയമുള്ള ആളും ഇത് കൂടാതെ ഒരു കസ്റ്റഡിയിലുണ്ട്. 3 പേർ ഫൈസൽ ബാബു, സിറാജ് ആൻഡ് സനീർ. ഈ 3 പേർ നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തുള്ള ആളാണ്. സോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഇതിൽ ഒരു പേര് ഫൈസൽ ബാബു വിക്ടിമായിരുന്നു. സോ അതിന്റെ വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ അതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. റിവെഞ്ച് പോലെയാണോ അത് ഈ സമയം ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അതാണോ. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. കൂടുതൽ അഭിപ്രായം എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം പറയാം. നേരിട്ട് പങ്കെടുക്കും. അത് ഒരു ഈ 3 പേരിലെ കൂടാതെ ഒരാൾ നമ്മുടെ ജസ്റ്റ് സംശയമുണ്ട്. ഇതുവരെ റോൾ ക്ലിയർ ആയിട്ടില്ല. മൊത്തം ഈ അക്യൂസ്ഡിന്റെ വെർഷൻ പ്രകാരം 5 പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ഇത് 5 കൂടുതൽ പേരുണ്ടാവും. അത് വൈരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണോ അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അത് റിവീൽ ചെയ്തു. പക്ഷേ മുഖ്യപ്രതി ഫൈസൽ ബാബു, സിറാജ്, സനീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ആക്രമണത്തിൽ പരിക്കേറ്റ മുൻ പഞ്ചായത്ത് അംഗം സുലൈമാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. യാതൊരു പ്രകോപനവും കൂടാതെയാണ് കാറിലെത്തിയ സംഘം അക്രമം അഴിച്ചുവിട്ടതെന്ന് ദൃക്സാക്ഷി മൻസൂർ ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങളിവിടെ വേക്ക്ഷേഡിലെ എല്ലാ സമയം ഒരു 10 മണി വരെ ഞങ്ങളിവിടെ ഇരിക്കാറുണ്ട്. ഞങ്ങൾ അതുമാതിരി തന്നെ ഇരുന്ന് അവിടെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു പുള്ളി ഹെൽമെറ്റ് വെച്ച പുള്ളി ഇവിടുന്ന് നമ്മുടെ വേക്ഷിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ കവർ ചെയ്ത് കുറച്ചാണ് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ഒരു കാറ് വന്ന് നിർത്തി. കാറിലുള്ളവരോട് എന്തോ പറഞ്ഞ് അപ്പം തന്നെ അവർ കുറേ മാരകായുധങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങളത് ഇടിച്ച് ഇപ്പോൾ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ പൊട്ടി. പിന്നെ ഇവൻ്റെ ഇവിടെ പൊട്ടി. അങ്ങനെ കുറേ പേരുടെ ഇങ്ങനെ ഇത് വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ തല്ലണ കണ്ടിട്ട് ഞങ്ങളുടെ മുൻ മെമ്പറുണ്ട് സുലൈമാൻ എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ബാക്കിൽ നിൽക്കായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി വന്നു, എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും പുള്ളീനെ വളഞ്ഞ് ആക്രമിച്ച് ചവിട്ടി താഴത്തേക്ക് ഇട്ടിട്ട് എന്താ വെച്ച് വെട്ടലോ. അപ്പോഴേക്കും ഞങ്ങൾ ഓടിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ തലക്കൊക്കെ അടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓടി പോകുന്നായിരുന്നു. പുള്ളി ഒറ്റക്കായി പോയി. പുള്ളിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ഇത് എന്തിന്റെ ബേസിലാണ്, എന്തിനു വേണ്ടിയിട്ട് തല്ലി, ആള് മാറി തല്ലിയേക്കുന്നതാണോ, ഇതെന്താ സംഭവിച്ചേക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അറിയാൻ പാടില്ല. ഇവരെത്ര പേരുണ്ടായിരുന്നു? ഇവരൊരു 5-6 പേരുണ്ടായി. 5 പേരുണ്ടായെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവരെ കണ്ടു പരിചയമൊന്നുമില്ല? ഇല്ല. അപ്പൊ ഇതൊരു മുൻ വൈരാഗ്യം, അതായത് കാറുമായി ബന്ധപ്പെട്ട എന്തോ മുൻ വൈരാഗ്യമാണെന്ന് പിന്നീട് അറിയാൻ സാധിച്ചു. അതെന്താന്ന് നിങ്ങൾക്ക് വല്ല വ്യക്തത? നമ്മളായിട്ട് ഈ തല്ലുകൊണ്ട് നമുക്കും അതായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. നമുക്ക് അതിനെ കുറിച്ച് അറിയാനും പാടില്ല. നവമി ദിനേശ് ചേരുന്നു ആലുവ ചുവരിയിൽ നിന്ന്. നവമി, ഏറെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. കാറിലെത്തിയ അക്രമികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. മുൻ പഞ്ചായത്ത് അംഗം സുലൈമാൻ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുന്നു. എന്താണ് ഈ ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? അതോടൊപ്പം നിലവിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഈ സംഘത്തിൽ, ഈ അക്രമി സംഘത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ടോം, പോലീസ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട 8ഓളം പേര് പ്രതികളായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. 4 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ മുഖ്യപ്രതി ഫൈസൽ ബാബുവിന്റെ അടക്കം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ കബീർ,
അയാൾക്ക് നേരിട്ടാണോ ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്ന് പോലീസിന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതിന്റെയുള്ള അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന, തകർക്കുന്ന ഒരു വിഷ്വലാണ് ആ പുറത്തു വന്നിരിക്കുന്നത്. സുലൈമാനെ, അത് ആ സംഭവം നടക്കുമ്പോൾ ആ കാര്യം എന്താണ്, ഈ ഗുണ്ടാ സംഘങ്ങൾ എത്തി അവിടെ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുമ്പോൾ കാര്യം അന്വേഷിക്കാൻ വേണ്ടി എത്തുന്നതാണ് സുലൈമാൻ. ആ സുലൈമാനെയാണ് വടിവാൾ ഉപയോഗിച്ചും ചുറ്റിക ഉപയോഗിച്ചും തലയ്ക്കും ദേഹത്തുമൊക്കെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന സിദ്ദിഖ് എന്നൊരാളുടെ തലയ്ക്കും ഗുരുതരമായിട്ട് അടിയേറ്റിട്ടുണ്ട്. എന്തായാലും സുലൈമാൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. തലയ്ക്ക് രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ ഈ അല്പസമയം മുൻപ് തന്നെ ആലുവ റൂറൽ SP-യുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ്, അതായത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന തലയ്ക്കടിയേറ്റ സിദ്ദിഖിന്റെ മകനും മുഖ്യപ്രതിയായ ഫൈസൽ ബാബുവും തമ്മിൽ ഒരു കാറ് തട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിന്നിരുന്നു. അത് 1 മാസം മുൻപ് നടന്ന സംഭവമാണ്. അതിന്റെ വൈരാഗ്യം എന്നോണമാണ് ഈ സിദ്ദിഖ്, ഫൈസൽ ബാബു ഈ സിദ്ദിഖിന്റെ മകനുമായിട്ടുള്ളൊരു വണ്ടി തർക്കമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അതിന്റെ പ്രതികാരം എന്നോണം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ചർച്ചയ്ക്ക് പോയത് സുലൈമാനും സിദ്ദിഖുമായിരുന്നു. അതിന്റെ അന്ന് മധ്യസ്ഥത വഹിച്ചത് ഇവരായിരുന്നു. പക്ഷേ ഫൈസലിന് ആ ഒരു വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. തക്കം കിട്ടിയപ്പോൾ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെ സുലൈമാനെയും ഒപ്പം തന്നെ സിദ്ദിഖിനെയും ആക്രമിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നു. അതാണ് നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത്. ഈ കാണുന്നതാണ് സിദ്ദിഖിന്റെ കാറ്. ഈ കാറിന്റെ ചില്ലുകളെല്ലാം തല്ലി തകർത്ത നിലയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും പോലീസ് എത്തി ഈ കാറ് ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് ടോം ഇവിടെ നടന്നിരിക്കുന്നത്. ആലുവ നഗരത്തെ തന്നെ ആകെ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്ന നാട്ടുകാരെല്ലാം വളരെ ഞെട്ടലോടെ പേടിച്ചാണ് ഈ ഒരു സംഭവത്തെ കേൾക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. 10 മണിക്ക് ഈ കവലയിൽ നിന്ന് ഈ TV ക്രിക്കറ്റ് മാച്ച് കാണുകയായിരുന്നു ഒരു കൂട്ടം യുവാക്കൾ. അവർക്കിടയിലേക്കാണ് ഈ സംഘം ആയുധങ്ങളുമായി പാഞ്ഞെത്തി ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ വെച്ചായിരുന്നു ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വെച്ചായിരുന്നു സുലൈമാന് ആ മാരകമായിട്ടുള്ള വെട്ടേറ്റത്. അദ്ദേഹത്തിന്റെ രക്തം ഇവിടെ ലക്ഷ്യമിട്ടാണ് അക്രമികൾ വന്നുവെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒപ്പമുണ്ടായിരുന്ന മറ്റാളുകളെ, അവർ സമീപത്തുണ്ടായിരുന്ന ആളുകൾക്ക് നേരെയൊക്കെ ഈ രീതിയിൽ ആക്രമണം അഴിച്ചുവിടാനുള്ള കാരണം എന്താണ് അങ്ങനെ ഒരു ഈ വാഹനം ഇടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനപ്പുറം മറ്റെന്തെങ്കിലും വിഷയമുണ്ടായിരുന്നോ? അതാണ് ഇവർക്കും അറിയാത്തത്. എന്തിനാണ് ഇവിടെ കൂടി നിന്ന എല്ലാവരെയും ഇത്തരത്തിൽ ആക്രമിക്കുന്നത്? യാതൊരു പ്രകോപനവുമില്ല. ആദ്യം ഒരു യുവാവ് ബൈക്കിലെത്തുന്നു. അത് ഹെൽമറ്റ് ധരിച്ചൊരു യുവാവ് എത്തി ഈ സ്ഥലം നിരീക്ഷിക്കുന്നു. അതിനുശേഷമാണ് ഈ കാറിലെത്തിയ സംഘം ഇവരെ ആക്രമിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്നലെ പരിക്കേറ്റ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ മൻസൂർ കൂടി ചേരുന്നുണ്ട്. മൻസൂറിനും ഇന്നലെയുള്ള ആക്രമണത്തിൽ വെട്ടേറ്റിരുന്നു. തലയ്ക്കും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ തലയ്ക്ക് മുറിവേറ്റു. തലയോട്ടിയിലും ചെറിയ മുറിവ്, ഒപ്പം കൈക്കും അക്രമി അതിന്റെ ഒരു കയ്യിലും ഒരു പരിക്കേറ്റതായി നമുക്ക് കാണാൻ സാധിക്കും. മൻസൂറിനോട് തന്നെ നമുക്ക് ഇത് ചോദിക്കാം. ഇന്നലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നു. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഞങ്ങളിവിടെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫസ്റ്റ് തന്നെ ഒരു ബൈക്കിൽ 2 പേര് വന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോയിട്ട് അവരെന്തോ ഒരു കാറിൽ കുറച്ച് പേര് ഇരിക്കേണ്ടായിരുന്നു. അവരുടെ അടുത്ത് എന്തോ പറഞ്ഞിട്ട് അവർ കുറേ ആയുധങ്ങളായിട്ടാണ് അവർ വന്നത്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പെട്ടെന്ന് വന്നിട്ടുള്ള അടിയായിരുന്നു. അപ്പം എനിക്ക് കിട്ടി, അതുമാതിരി തന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന എല്ലാവർക്കും കിട്ടി. അപ്പോൾ സുലൈമാൻ കുറച്ച് ബാക്കിൽ, അതായത് ഏകദേശം ഇവിടെയായിട്ടാണ് സുലൈമാൻ നിന്നിരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് സുലൈമാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സുലൈമാൻ വന്നത്. എന്താണെന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ അത് വ്യക്തമായി കാണാം. നമ്മളെല്ലാം അടിച്ച സമയത്ത് നമ്മൾ ഓടിപ്പോയി. നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതേ രീതിയിലായിരുന്നു. അത്രക്കും അക്രമാസക്തമായിരുന്നു അവരുടെ മൊത്തത്തിൽ. അവരുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെയായിരുന്നു. അവർ ശരിക്കും നോർമൽ മൈൻഡ് അല്ല അവർ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ സുലൈമാൻ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സുലൈമാൻ അങ്ങടേക്ക് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ അവർ കാറ് റിവേഴ്സ് എടുത്തിട്ടാണ് വന്നത്. ഫസ്റ്റ് കാറൊന്ന് ഇടിപ്പിക്കാനുള്ള രീതിയിലാണ് ഒരു കാറായിട്ട് തിരിച്ചത്.
അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുലൈമാൻ മാറി. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ വട്ടം നിന്നിട്ട് 5 പേരുണ്ടായിരുന്നു. ആ 5 പേരും ഒരാൾ വന്ന് സുലൈമാനെ ഇടിച്ച് താഴത്തേക്ക് ഇട്ടു. അതിനുശേഷമാണ് ഈ ആയുധം വെച്ചിട്ട് വീഡിയോയിൽ ശരിക്കും കാണാം. നമ്മള് ഓടിപ്പോയതിനു ശേഷം വീഡിയോയിലാണ് നമ്മളത് കാണുന്നത്. നമ്മളത് കഴിഞ്ഞ് ഇവര് കാറിൽ കയറി പോയതിനു ശേഷം ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ സുലൈമാൻ ഇവിടെ കിടക്കാണ്, യാതൊരു ഇതുമില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ഈ ഒരു അക്രമം എത്ര പേര്? 5 പേരെയാണ് നിങ്ങൾ കണ്ടത് അല്ലെ? ഇവരെ മുൻപ് പരിചയമുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് കാണുന്നത്? അതെ. ഈ ഒരു സിദ്ദിഖിനും തലയ്ക്ക് പരിക്കേറ്റിരുന്നു അല്ലെ? ഈ സിദ്ദിഖിന്റെ മകന്റെ ഒരു കാറുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, അതായത് ഈ മുഖ്യപ്രതിയായ ഫൈസലുമായിട്ട് ഒരു തർക്കം നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അതൊന്നും നമുക്കറിയില്ല. ഇതെന്താ സംഭവം, എന്തായിട്ട് ബന്ധപ്പെട്ടേക്കണാണ്. കാരണം അതിനും ആ സമയത്തും അങ്ങനെ തർക്കം വന്ന സമയത്തൊന്നും ഞാനിവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ അടിക്കേണ്ട കേസില്ലല്ലോ അതിന്. ഞാനില്ല. അങ്ങനെ പിന്നെ സുലൈമാൻ ഇത് പറഞ്ഞു തീർക്കാൻ പോയ ആളാണ് അവിടെ. ഈ ഒരു കേസ് പറഞ്ഞ് സംസാരിച്ച് തീർക്കാൻ പോയ ഒരാളാണ്. അതിന് സുലൈമാനെ അങ്ങനെ ഉപദ്രവിക്കേണ്ട കേസും അതിനകത്തില്ല. സുലൈമാൻ അത്ര ഇതായിട്ടാണ്. കാരണം ഇപ്പൊ ഇന്ന് ആള് ICUലാണ്. തലയോട്ടിക്ക് പരിക്കുണ്ട്, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഓൾറെഡി. ഇപ്പൊ ഇത് താടിയല് പൊട്ടി നാളെ അത് ഓപ്പറേഷനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അടിക്കേണ്ടോ ആള് ഇത് പറഞ്ഞു തീർക്കാൻ പോയ ആളെ ഇങ്ങനെ ആക്രമിക്കേണ്ട കേസുണ്ട്. അവര് നോർമൽ മൈൻഡ് അല്ല അവര്. അതാണ് സംഭവിച്ചേക്കണത്. എന്താ ഇതിനകത്ത് ബാക്കി ഇതെന്താ സംഭവിച്ചത്? നമ്മളെല്ലാവരും അവിടെ ഇരിക്കുന്നത് പെട്ടെന്നുള്ള ആക്രമണമാണ്. ഇതെന്താണ് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മളെങ്ങനെ ഇപ്പൊ നാട്ടിലെങ്ങനെ ജീവിക്കും? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അക്രമികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും? ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മൻസൂർ അടക്കമുള്ളവർക്ക് ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നു, ഒരു സംഘം ഇവിടെ എത്തുന്നു, വടിവാളും ചുറ്റികയും അടക്കം കൊണ്ടെത്തുന്നു, ഇവരെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുന്നു. ഒപ്പം എന്താണ് സംഭവമെന്ന് ചോദിക്കാൻ പോകുന്ന സുലൈമാനാണ് ഏറ്റവും മാരകമായിട്ടുള്ള രീതിയിൽ പരിക്കേൽക്കുന്നത്, വെട്ടേൽക്കുന്നത്. ഗുരുതരമായിട്ടുള്ള നിലയിൽ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. നാളെ സർജറി ആവശ്യമുണ്ട്. ഇതിനു മുൻപുള്ള തർക്കം സിദ്ദിഖിന്റെ മകനുമായി ഉണ്ടായ തർക്കം. പക്ഷെ അന്ന് പ്രശ്നപരിഹാരത്തിന് പോയതും സുലൈമാനായിരുന്നു. സുലൈമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ഈ മുഖ്യപ്രതിയായ ഫൈസൽ ബാബുവും ഈ സിദ്ദിഖിന്റെ മകനും ഒപ്പം സുലൈമാനും ഒക്കെ ഇരുന്ന് സംസാരിച്ചത്. പക്ഷേ അതിന്റെ സംസാരിച്ച് അവസാനിപ്പിച്ചുവെങ്കിലും മുഖ്യപ്രതിയായ ഫൈസൽ ബാബുവിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പ്രതികാരം അങ്ങനെ തന്നെ കിടന്നു. അതിന്റെ ഭാഗമായി സുലൈമാനെയും സിദ്ദിഖിനെയും ആക്രമിക്കാൻ സംഘങ്ങളായി ചേർന്ന് കൂട്ടുകാരുമൊത്ത് ഇവിടെ എത്തി ഇത്ര വലിയ ഒരു ആക്രമണം ഇവിടെ അഴിച്ചുവിടുന്നു. പക്ഷേ നിരപരാധികളായ ഒരു കൂട്ടം ആളുകളെയാണ് ഇവർ ഇത്തരത്തിൽ ആക്രമിച്ചത്, തല്ലിച്ചതച്ചത്. എന്നാലും ഇവരെല്ലാവരെയും ഇന്നലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിൽ സിദ്ദിഖിനും സുലൈമാനുമാണ് കൂടുതൽ പരിക്കേറ്റത്. പോലീസ് പറയുന്നത് ഇവരെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ സംഘം ഇവിടെ ഇന്നലെ രാത്രി എത്തിയതും ഇത്രയും വലിയൊരു പ്രശ്നം അവിടേക്ക് അഴിച്ചുവിടുകയും ചെയ്തത്. എന്തായാലും 4 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 8 പേര് ഈ സംഘത്തിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 8 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഏതാനും കൊട്ടേഷൻ ബന്ധമുണ്ടോ? ഒരു കൊട്ടേഷൻ ആക്രമണമായിട്ട് ഇതിനെ കാണണോ? കാരണം അതല്ലെങ്കിൽ ഈ ഫൈസൽ ബാബുവും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ ആക്രമണത്തിനപ്പുറം തുടക്കത്തിൽ തന്നെ ഒരു ഗുണ്ട ആക്രമണമായിരുന്നു. ഇതൊരു കൊട്ടേഷൻ ആക്രമണമായിട്ട് കാണണോ നവമി? പോലീസ് പറയുന്നത് ഈ ഫൈസൽ ബാബുവിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നിലവിൽ ഏതെങ്കിലും ക്രിമിനൽ ബന്ധവും പശ്ചാത്തലമുള്ളതായോ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായ അന്വേഷണത്തിൽ ഇവർ മറ്റ് കേസുകളിലൊന്നും തന്നെ പ്രതികളായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉദ്ദേശം ഇന്നലത്തെയുള്ള ഇവിടുത്തെ നടന്ന സംഭവം, അതായത് ഇവരെ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ്. അതും ഫൈസലും സുഹൃത്തുക്കളും ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് മറ്റ് കേസുകളുമായി ബന്ധമൊന്നും ഇല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇവർ ഇന്നലെ എത്തിയ ഈ സംഘം എത്തിയ കാറിന്റെ നമ്പർ പ്ലേറ്റ് വരെ വ്യാജമാണ്. അതിവർ വ്യാജ നമ്പർ പ്ലേറ്റിലാണ് ഇന്നലെ എത്തിയത്. ആ കാർ അടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഈ പിടികിട്ടാനുള്ള 4 പേർക്കായും ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. മുഖ്യപ്രതി ഫൈസൽ ബാബു ഒപ്പം 2 പേരെയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പക്ഷെ കബീർ എന്നുള്ളൊരു വ്യക്തി കൂടി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്നോ അതല്ല ഏതെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നോ എന്നും തന്നെ പോലീസിന് ഇപ്പോഴും വ്യക്തമായിട്ടൊരു ഉത്തരം കണ്ടെത്തിയിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. ആലുവ റൂറൽ SP ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയാണ് ഈ സംഘത്തെ വിശദമായ ചോദ്യം ചെയ്യുന്നത്. അല്പസമയം മുമ്പ് വരെ പോലീസ് സംഘം ഇവിടെ തമ്പടിക്കുകയും ആലുവ റൂറൽ SP അടക്കം ഇവിടെ എത്തി തെളിവുകൾ ശേഖരിക്കുകയും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി തെളിവുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതികളെ ബാക്കിയുള്ള പ്രതികളെ ഉടൻ ആലുവ ഒരു ക്രൈം സ്പോട്ടായി മാറുകയാണ്. സമീപ വർഷങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഗുണ്ട ആക്രമണങ്ങൾ, കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണം, അതോടൊപ്പം ഇതര സംസ്ഥാനക്കാരുടെ അഴിഞ്ഞാട്ടം, മോഷണമടക്കം നടക്കുന്ന ഒരു സ്ഥലമായി മാറുന്നു. പലപ്പോഴും നമുക്കറിയാം ഇവിടെ പോലീസിന് കൃത്യമായ പട്രോളിംഗ് ഇല്ല എന്ന വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ ആലുവ MLA അൻവർ സാദത്ത് പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇവിടെ പോലീസിന്റെ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായി, ഇത്തരമൊരു സംഭവം ഉണ്ടാകുമെന്ന ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന മുന്നറിയിപ്പ് പോലും, അത് തിരിച്ചറിയാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല എന്ന ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഈ വിഷയത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ നവമി? പ്രതിപക്ഷം അടക്കം ആദ്യമേ ഉന്നയിക്കുന്ന ഒരു കാര്യം, അൻവർ സാദത്ത് MLA ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയിരുന്നു. ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും ആശുപത്രിയിലായവരെ ഒക്കെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് പോലും എന്തുകൊണ്ടാണ് പോലീസിന് ഇത് നേരത്തെ മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ പോലീസിന്റെ പെട്രോളിംഗ് അടക്കം നഗരത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ പോലീസ് അവിടെ എത്തി പ്രതികളെ പിടികൂടുന്നു, അല്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നു, സംസ്ഥാനം വിടുന്നു, അന്യസംസ്ഥാനത്ത് പോകുന്നു. അവിടെ ചെന്ന് പോലീസിനെ ഈ പ്രതികളെ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറുന്നതല്ലാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ അത് തടയാൻ പോലീസിന് കഴിയുന്നില്ല. പോലീസിന്റെ ഇന്റലിജൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ളൊരു വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷ MLA അൻവർ സാദത്ത് ഉൾപ്പെടെ ഇവിടെ എത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ ആലുവയിൽ അല്ലെങ്കിൽ ആലുവ കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ കേസുകളുടെ എണ്ണം പെരുകുന്നതും മോഷണങ്ങളും അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള കേസുകളാണ് ആലുവ കേന്ദ്രീകരിച്ച് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഗുണ്ട ആക്രമണങ്ങളായാലും കൊച്ചി നഗരത്തെ കേന്ദ്രീകരിച്ച് ഗുണ്ട ആക്രമണങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. നമ്മൾ തന്നെ ഈ പുറത്തുവിട്ട ഈ ഗുണ്ടകളുടെ ഒരു വിളയാട്ടം, കൊച്ചി ഇപ്പോൾ ഗുണ്ടകളുടെ കയ്യിലാണെന്ന് അടക്കമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും പോലീസ് അതിലൊരു നടപടി എന്നോണം ഒരു മൊഴിയെടുപ്പോ അല്ലെങ്കിൽ ഒരു അറസ്റ്റിലേക്കോ നീങ്ങുക. അതല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുൻകൂട്ടി എന്തുകൊണ്ട് പോലീസിന് അറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ളൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വലിയ വിമർശനം കൂടിയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. എന്തായാലും ആലുവ റൂറൽ SP പറയുന്നത് കൃത്യമായി പോലീസ് ഇവിടെ എത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ട പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്ന ഉറപ്പുകൂടി ആലുവ റൂറൽ SP പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഘർഷം ഇതിനു മുൻപ് ഇവിടെ നിലനിന്നിരുന്നു, ഒരു തർക്കം നിലനിന്നിരുന്നു എങ്കിൽ പോലും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളൊരു വിവരമൊന്നും എന്തുകൊണ്ടാണ് പോലീസിന് അറിയാൻ സാധിക്കാഞ്ഞത്, അല്ലെങ്കിൽ പോലീസ് ഇവിടെ കൃത്യസമയത്ത് എത്തിയില്ല എന്നുള്ള വലിയ വിമർശനവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രതികളെ ഉടൻ തന്നെ പിടികൂടും. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് ആലുവ പോലീസും വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. നവമി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പോലീസ് ഇടപെടും. പക്ഷേ പോലീസിന്റെ ഭാഗത്തൊരു ജാഗ്രത കുറവുണ്ടായി എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കേസിൽ നിലവിൽ 3 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. 8 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. ഈ അക്രമികൾക്കെതിരെ പ്രത്യേകിച്ചും ആലുവ, കൊച്ചി ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ വിളയാട്ടം നടത്തുന്ന, അക്രമം അഴിച്ചുവിടുന്ന ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്.